guys, welcome to my channel DJI Travel Vlogs. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറകളിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാമറ, അതായത് DJI Action 5 Proന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട 6 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ 1 വരുന്നത് എൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഗോപ്രോന്റെ ഹീറോ 11ഉം യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് DJIയുടെ Action 5 Proയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഗോപ്രോ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ വരാറുണ്ട്. അതിൻ്റെ കൂടെ ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 1 hour പോലും എനിക്ക് തികച്ചിരിക്കാറില്ല ഗോപ്രോന്റെ ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷെ DJIയുടെ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ചാർജിന് തന്നെ എനിക്കൊരു 3 hours അല്ലെങ്കിൽ 2.5 to 3 hours വരെയെങ്കിലും എനിക്ക് ബാറ്ററി ബാക്കപ്പ് നിൽക്കാറുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാറ്ററിയുടെ ഇതെന്ന് പറയുന്നത് 1950 mAh ബാറ്ററീസും ആണിത്. അപ്പോൾ ഞാൻ മേടിച്ചത് അഡ്വെഞ്ചർ കോംബോ പാക്ക് കൂടെ ആയതുകൊണ്ട് എനിക്ക് 3 ബാറ്ററീസ് അതിൻ്റെ കൂടെ കിട്ടി. അപ്പോൾ അതെനിക്കൊരു എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുകയും ചെയ്ത്. ആൻഡ് ബാറ്ററി ബാക്കപ്പ് ഗോപ്രോനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ DJIയുടേത് എനിക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് യൂസേജ് തന്നെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്പർ 2 ഇതിൻ്റെ മാഗ്നറ്റിക് ക്വിക്ക് റിലീസ് മൗണ്ട് ആണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ വളരെ ഈസിലി നമുക്ക് മൗണ്ട് ചെയ്യാനും അൺമൗണ്ട് ചെയ്യാനും പറ്റും. ആൻഡ് ഇൻ കേസ് നമുക്ക് പോർട്രേറ്റ് മോഡിലോട്ട് ഇടണമെന്നെങ്കിലും സെയിം തന്നെ ഇതുപോലെ ഈസിലി നമുക്ക് മൗണ്ട് ചെയ്യാനും അൺമൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതൊരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈസി ആയിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാനും അൺമൗണ്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത്, ആൻഡ് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ അത് ഹെൽപ്ഫുള്ളാണ്. നമ്പർ 3 മൈ കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു അഡാപ്റ്ററോ അല്ലെങ്കിൽ ഒരു മീഡിയ മോഡോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് ബ്ലൂടൂത്ത് വഴി വയർലെസ് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗോപ്രോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കണക്ക് അഡാപ്റ്റർ അല്ലെങ്കിൽ മീഡിയ മോഡ് എന്തായാലും അത്യാവശ്യമാണ് നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്കൊരു നല്ല ഫീച്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്പർ 4 ഇതിൻ്റെ റോക്ക് സ്റ്റഡി സ്റ്റെബിലൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് DJI ഒരു ഗിംബൽ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഷോട്ട്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് അതിൻ്റെ ഷോട്ട്സ് നമ്മൾ ഗിംബൽ യൂസ് ചെയ്ത് തന്നെ എടുത്ത ഒരു രീതിയിലാണ് വരുന്നതും. ആൻഡ് അത് എനിക്കൊരു അടിപൊളി ഫീച്ചറായിട്ടും എനിക്കൊരു നല്ല ഫീച്ചറായിട്ടും തോന്നിയിട്ടുണ്ട്. നമ്പർ 5 ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ്. എനിക്ക് ഗോപ്രോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നൈറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഗോപ്രോയിൽ സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല, എല്ലാം ഇരുട്ടാണ്. പക്ഷെ എനിക്ക് DJIയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തന്നെ വന്നിട്ടില്ല. കാരണം അതും എനിക്കൊരു നല്ല പെർഫോമൻസ് തന്നെ DJI വഴി കിട്ടിയിട്ടുണ്ട്. സോ അതും എനിക്കൊരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്പർ 6 ഇതിന് ഇന്റർണൽ സ്റ്റോറേജ് ആണ്. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫീച്ചേഴ്സ് തന്നെ പറയാം. ഇൻ കേസ് നമ്മൾ SD കാർഡ് എടുക്കാൻ വിട്ടുപോകുമോ അല്ലെങ്കിൽ SD കാർഡ് എല്ലാം ഫുള്ളായി പോവുകയാണെങ്കിൽ നമ്മുടെ DJIയിൽ തന്നെ ഇന്റേണൽ സ്റ്റോറേജ് എന്ന് പറയുന്നൊരു സൂപ്പർ ഫീച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 47 GB ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 47 GB വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതെനിക്കൊരു നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ SD കാർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോകേണ്ട, ഇതും ഒരു സൂപ്പർ ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് DJI Action 5 Proയിൽ ഇഷ്ടപ്പെട്ട 6 കാര്യങ്ങൾ. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ബൈ.